ബിഗ് ബോസ് മലയാളം സീസൺ 6മായി ബന്ധപ്പെട്ട് ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജാസ്മിൻ ആണ്. സോ ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഗബ്രിയും ജാസ്മിനും കഴിഞ്ഞ വീക്കിൽ ഏറ്റവും നന്നായിട്ട് ടാസ്കുകൾ പെർഫോം ചെയ്ത രണ്ട് കണ്ടസ്റ്റൻസ് ആണ്. നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ക്രിയേഷനിലും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഇവർ വഹിച്ചിട്ടുമുണ്ട്. സോ വീട്ടിൽ നിറഞ്ഞു നിന്നിരുന്ന രണ്ടുപേര് എന്ന നിലയിൽ ഇവരിൽ ആര് ക്യാപ്റ്റൻ ആയാലും തീർച്ചയായിട്ടും അതിനുള്ള അർഹത അവർക്കുണ്ട്. അപ്പോൾ ഇവരെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കുന്നതിന് എതിർപ്പുമായിട്ട് യമുന എത്തുന്നു. ടണൽ ടീം ചർച്ച ചെയ്ത് മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ക്യാപ്റ്റൻ എടുക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. ശ്രീരേഖ ഇവരിൽ ആരെ ക്യാപ്റ്റനാക്കാനും ഒപ്പം നിന്നു. യമുന തിരിഞ്ഞു നിന്നു. യമുന പറഞ്ഞു ഇവരൊരിക്കലും ക്യാപ്റ്റൻ ആവാൻ അർഹതയില്ലാത്തവരാണ്. ജാസ്മിൻ കഴിഞ്ഞ ദിവസം നടന്ന ഒരു വഴക്കിൽ ഉൾപ്പെടെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗബ്രി സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാത്ത ആളാണ്, മോശം വാക്കുകൾ സംസാരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിൽ അവരതിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതുപോലെ ഞാനിവിടെ ടാസ്കിലൊന്നും കളിച്ചില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ അലക്ക് ടാസ്കിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തത് താനാണെന്നൊക്കെ പറഞ്ഞിട്ട് യമുന അതിനിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുമായി കണക്ട് ചെയ്തിട്ടാണ് ജാൻമണി വന്നിട്ട് അവരുടെ ഫാമിലി പ്രിവിലേജിനെ കുറിച്ചൊക്കെ സംസാരിച്ചത്. അത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇവരുടെയൊക്കെ ഒരു കോൺവെർസേഷൻ വന്നത്. ശ്രീരേഖ വന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ജാസ്മിൻ തന്നെ ക്യാപ്റ്റൻ ആവുകയാണ് ഉണ്ടായത്. അതൊരു ഡിസർവിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഡിസിഷൻ വളരെ ഫെയർ ആയിട്ട് തന്നെ എനിക്ക് തോന്നി. ജാസ്മിൻ ഓർ ഗബ്രി രണ്ടുപേരിൽ ആര് ക്യാപ്റ്റൻ ആയാലും അതൊരു ഫെയർ ഡിസിഷൻ തന്നെയായിരുന്നു.